നമ്മളൊരു 2 വർഷം എങ്ങനെ ആയിട്ടുണ്ടാവും. 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 3 വർഷമാവും. വേദയുടെ പ്രൊമോഷന് ആണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. വല്ല സ്റ്റിറോയിഡ് എങ്ങാനും എടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ, സ്റ്റിറോയിഡ് അല്ലടാ. എടാ എന്താ പരകായ പ്രവേശമായിരുന്നല്ലേ? എടാ സ്റ്റേജ് ഭയങ്കരമാ. സ്റ്റേജ് എന്നൊരു എനർജി നമുക്ക് കിട്ടൂല, അത് ഭയങ്കരമാണ്. അന്നത്തെ ദിവസമാണ് ഞങ്ങളുടെ ഡയറക്ടർ അമ്മേനെ വിളിച്ചിട്ട് ഇതുപോലെ അടിപൊളിയാണ്, കൊള്ളാം, നല്ല ആക്ടറാണെന്നൊക്കെ പറഞ്ഞത്. അപ്പം ആ ഒരു ഇമോഷൻ മൊത്തം ഇങ്ങനെ കിടക്കുക അകത്ത്. അപ്പം സഡൻലി ആയി എൻ്റെ പേര് വിളിക്കുന്നത്. അപ്പം എനിക്ക് ടെൻഷൻ കൂടി. എനിക്ക് ഈ ക്ലോസ്ഡ് സ്പേസിൽ സംസാരിച്ച ശീലമുള്ളൂ. ഇത്രയും ഓപ്പൺ സ്പേസിൽ എനിക്ക് എന്താ മീറ്റർ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം മൈക്ക് കൊടുത്തോണ്ട് ഹലോ എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. എനിക്ക് എന്താ നടന്നതെന്ന് ഓർമ്മയില്ല. വീട്ടിൽ വന്ന് വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവണം, ദൈവം തമ്പുരാനെ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു വെക്കണത്, ആൾക്കാർ വല്ലവരും നെഗറ്റീവ് പറയും. ആ എക്സൈറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു പോയതാണ്. പക്ഷേ ഭയങ്കരമായിരുന്നല്ലോ അത് പരിപാടിയായിരുന്നു. ഈ രജനീകാന്ത് ഫാൻ ആവുന്ന ആളുകളുണ്ടല്ലോ, അതിനിപ്പോൾ ജോഗ്രഫിക്കലി കേരളത്തിൽ അത് പാലക്കാടും ട്രിവാൻഡ്രത്തും അതിൻ്റെ ഫാൻ ബേസ് വളരെ കൂടുതലാണ്. കേരളം മൊത്തം അതുണ്ട് എങ്കിൽ പോലും അത് വിജയ് ഫാൻസിനായാലും അത് എന്താ പറയുക, പാലക്കാടും കൊല്ലവും ട്രിവാൻഡ്രത്തുള്ള ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു രജനീകാന്ത് ഫാൻ ആവുക എന്നുള്ളത് വരെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നോർമലി എല്ലാവർക്കും വരുന്നൊരു കാര്യം. പക്ഷെ ഇത് കുറേ ഇടങ്ങളിൽ പോടാ ആണ്ടവനെ നമ്മൾ പൊക്കി വെക്കുക, ഈ ഡയലോഗ് കയറി വരിക എന്ന് പറഞ്ഞാൽ DNA-യിൽ രജനീകാന്തിന്റെ ഒരു ഫാൻ ബോയ് ഉള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. രജനീകാന്ത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? രജനീകാന്ത് കൊച്ചിലെ മുതലേ ഇപ്പം അച്ഛനും അമ്മയും ഞാനും ഒരുമിച്ച് കൂടുതൽ സിനിമയും കണ്ടിട്ടുള്ള രജനി സാറിൻ്റെയാണ്. പിന്നെ രാജമാണിക്യം, രാവണപ്രഭു, ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. നരൻ ഒന്നും ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം പക്ഷെ രജനീകാന്തിന്റെ എല്ലാ പടവും എൻ്റെ അച്ഛൻ തീവ്ര രജനി ഫാനാ, ഭയങ്കര രജനീകാന്ത് ഫാനാ. വീട്ടിലാണെങ്കിലും KTV, സൺ TV, പടയപ്പ, ഭാഷ, ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട്. അന്ന് DVD കാലമാണ്. നമ്മൾ ഭീമാപ്പള്ളി പോയിട്ട് അവിടെ നിന്ന് ഈ ഭാഷയും പടയപ്പയും വാങ്ങിച്ച് കണ്ട് എനിക്ക് അന്നത്തെ സമയം തൊട്ടേ ഞാൻ ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമയാണ് തളപതി. തളപതി കണ്ട ഞാൻ ഹയ്യ. തളപതി പടമാണ്. തളപതി കണ്ട ഞാൻ എന്ത് ഡൗൺ ആണെങ്കിലും ഞാൻ ഭയങ്കര ഹയ്യ. സിനിമ തളപതിയാ? എനിക്ക് ഈ ലോക സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തളപതിയാ. എനിക്കത് പ്രത്യേക ഒരു ഇഷ്ടപ്പെട്ട സീൻ. ഇയാള് മറ്റേ കളക്ടർ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒന്ന് രണ്ട് അമ്മയെ കാണുമ്പോ അമ്മയാണെന്ന് അയാള് പറയുമ്പോഴേ രജനീകാന്തിന്റെ തലൈവരുടെ പുറത്തെ ഷോട്ട് ഒറ്റ കട്ടില്ല. അയാൾ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ അയാൾ എന്തൊക്കെ കാണിക്കും. എനിക്കിങ്ങനെ പൊങ്ങും. എനിക്കിങ്ങനെ ഇത് കാണുമ്പോഴും മണിരത്നം എല്ലാം കൂടെ ചേർന്നിട്ട് എനിക്ക് രജനീകാന്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എനിക്ക് തളപതി. എന്നെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പടയപ്പ തൊട്ടേ ഞാൻ ഓവർ കോട്ട് ഇട്ടിട്ട് അപ്പൊ അന്ന് തൊട്ടേ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷെ രജനീകാന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര താല്പര്യം. ഇപ്പം ഞാൻ സിനിമയിലേക്ക് വരുന്നു എന്ന് വീട്ടിൽ പറഞ്ഞിട്ട് കൂട്ടുകാരന്മാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവന്മാര് അളിയ അമ്മമാര് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ട് നമുക്കറിയാം ഇത് നിനക്ക് അറിഞ്ഞുകൂടാത്തൊരു പരിപാടി. അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗ് ആണ്ടവനെ നമ്മ പക്ക വെറുക്കാം. അതിനുശേഷമുള്ള എൻ്റെ റിംഗ് ടോണും തലൈവറ. ഈ ഡയലോഗിലെ എൻ്റെ റിംഗ് ടോൺ തുടങ്ങുന്നത്. എനിക്ക് ആൾക്കാർ ഞാൻ വലിയ മീറ്റിങ്ങിനെ വല്ലതും പോകണം, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസ് സൈലൻസ് ആയിരിക്കും, ഇങ്ങനെ അടിക്കും, എല്ലാരും കൂടെ എന്നെ നോക്കും. എനിക്കത് കുഴപ്പമില്ല, എന്റെ രജനീകാന്തുള്ള എനിക്ക് ആ വൈബാ. ചിലപ്പോ പരിചയമുള്ളൊരു ചേട്ടനുണ്ട്, നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സൈലൻസ് ആയിരുന്നു, പെട്ടെന്ന് മറ്റേ അയാൾ പേടിച്ചു പോയി. ഹലോയില് മോഹൻലാലിന്റെ റിംഗ് ടോൺ ഇല്ലേ, അതേ പരിപാടിയാ ഇത്. പക്ഷെ എനിക്കിതൊരു ഹൈ ആണ്ടവനെ നമ്മ പക്ക വരിക. എനിക്കിതൊക്കെയാണ് എൻ്റെ ഒരു ഹൈയും ഒരു തെറാപ്പിയും ഒരു കൗൺസിലിംഗ് എല്ലാം. ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. എനിക്കത് രജനീകാന്തിന്റെ പെർഫോമൻസിൽ ഇങ്ങനെ നമ്മുടെ കേരളത്തിലധികം ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടില്ല. വെങ്കി കണ്ടിട്ടോന്ന് അറിയില്ല, ഈ മുള്ളും മരല്ലേ, ഈ രണ്ട് ഒന്നുമില്ല പുള്ളിക്ക്. കേട്ട പയ്യൻ സാറിന്റെ കൈ പോണാലും പൊളച്ചിപ്പ കെട്ട പയ്യൻ സാറിന്റെ കാളിയോ, അങ്ങനത്തെ പെർഫോമറാ. പിന്നെ ആക്ച്വലി എനിക്ക് ആളുടെ ടെംപ്ലേറ്റ് പടങ്ങളൊക്കെ ഇഷ്ടമാണ്, ഭാഷ തൊട്ടിട്ട് അങ്ങോട്ടുള്ളത്. പക്ഷെ ഭാഷയ്ക്ക് മുമ്പ് ആക്ടർ രജനീകാന്ത് ഉണ്ടായിരുന്നു. ഭാഷയാണെങ്കിൽ പോലും പെർഫോമറാ. ഞാൻ പറഞ്ഞുതരാം,
ആദ്യത്തെ ഒരു മാണിക്യമുണ്ട്, ഭാഷയായിട്ട് മാറുമ്പോഴേ ഒരു സാധനമുണ്ട്, ഇത് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല. അത് പുള്ളി ക്യാരക്ടറൈസേഷനാ, ബെസ്റ്റ് ആക്ടറാ പുള്ളി, അപാര ആക്ടറാ പുള്ളി. ഓരോ സിനിമയിൽ ഓരോ സാധനമുണ്ട്. സിഗരറ്റ് പുള്ളിയുടെ ഇതാണ്, സ്റ്റെപ്പ് ഇറങ്ങുന്നത് സൈഡ് സൈഡായിട്ടാണ്, സ്പീഡായിട്ടാണ് നടക്കുന്നത്. പടയപ്പയില് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണത്, ഇങ്ങനെ ആക്കുന്നത്, തലമുടി ഇങ്ങനെ ആക്കുന്നത്, തോർത്ത് വെച്ചിട്ട് ഈ സാധനം. അതെ, ഇപ്പൊ ഏതെങ്കിലും ഒരാള് കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ അറിയാം രജനീകാന്ത്. ഇത് അയാൾ വിട്ട ഓരോ എഫേർട്ടാണ്, ഒരു സിനിമയിലടാ വിജയ് സേതുപതി പറഞ്ഞിട്ട് ഞാൻ സിനിമ കണ്ടതാ. ഇയാള് പാത്രം കഴുകാണ്, പാത്രങ്ങളെല്ലാം ഇവിടെയാണ് ഇരിക്കണേ, കഴുകിയിട്ട് എറിയും, ഇവിടെ പാത്രം അതിനകത്ത് വീഴുക, പല പല സൈസ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ എറിയും, നോക്കൂല, ഇങ്ങനെ എറിയും, അവിടെ വന്ന് വീഴുക. അത് എന്ത് പരിപാടി! എന്റെ ഓർമ്മ അപൂർവരാഗങ്ങളുടെ ആണ്, ടൈറ്റിലാണെന്നാണ് എന്റെ ഓർമ്മ. അതെ, ടൈറ്റിലുണ്ട്. ടൈറ്റിൽ എങ്ങനെയാന്ന് വെച്ചാൽ രജനീകാന്ത് നടുക്കെ നിൽക്കാണ്, ടെറസാ, അതായത് കമൽഹാസനും ശ്രീദേവി അങ്ങോട്ടും ഇങ്ങോട്ടും തുണി അലക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഇവിടെ നിന്ന് ഇത്ര അലക്ക് വരുമ്പോ അവിടെ അത്ര അലക്ക് വരും. അപ്പൊ ഇങ്ങനെ അവരൊരു റൊമാൻസ് ഭൂമി. അപ്പൊ ഈ രജനീകാന്ത് ഇവർ രണ്ടുപേരെയും നോക്കിയിട്ട് സിഗരറ്റ് എടുത്ത് തരുന്ന ഷോട്ട് ഉണ്ട്. അതിലെന്നെ രജിസ്റ്റേർഡ്, അയാൾ അത്രയും വലിയ ഇതാണ്. എടാ ആലോചിച്ച് നോക്ക്, റേസിസം ഞാൻ പറയുന്നതല്ല, പക്ഷെ ഒരു സമയത്ത് സിനിമ എന്ന് പറയുന്നത് ഇത്രയും ലുക്ക് ഇന്നെന്നുണ്ട്. കാർത്തിക് സുബ്രാജ് XXL പറഞ്ഞതാണ്, ഇന്ത്യാവിൻ മുതൽ കറുപ്പ് ഹീറോ. ശരിയാണ്. അയാൾ എത്ര വിഷമങ്ങൾ കടന്നുപോയി കാണാം, അയാൾ എത്ര ഇതുണ്ട്, അയാളുടെ ഹാർഡ് വർക്കാ. ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്തു, ഞാൻ രജനീകാന്തിനെ മീറ്റ് ചെയ്തു. ഞാൻ രജനീകാന്ത് അഭിനയിക്കണുണ്ട്. യെസ്, ഞാൻ രജനീകാന്തിനെ അഭിനയിക്കണുണ്ട്. കൂലി റിലീസ് ചെയ്യണവരെ ഞാൻ വെയിറ്റ് ചെയ്യാം പടം ഇടാൻ. ഞാൻ രജനീകാന്ത് അഭിനയിക്കണുണ്ട്. രജനീകാന്ത് സ്റ്റിൽ അഭിനയിക്കണ മുന്നേയും ലോകേഷ് ഡയറക്ടർ വരുമ്പോഴത്തേക്കും രജനീകാന്ത് അദ്ദേഹം ഡയലോഗ് പറയും, പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യട്ടാ സാർ ചോദിക്കും. അപ്പൊ ലോകേഷ് ഓക്കെ സാർ നമുക്ക് നോക്കാം, പുള്ളി ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോകേഷ് അങ്ങനെ ചെയ്യണമല്ലേ, ഓക്കെ. എടാ പുള്ളി ഇപ്പോഴും ഡയറക്ടറിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കും. അപ്പൊ അതാണ് നമ്മള്, ഡയറക്ടറാണ് നമ്മുടെ അൾട്ടിമേറ്റ്, അയാളാണ് നമ്മുടെ എല്ലാം. പുള്ളിയെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി. അപ്പൊ ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ വിഷൻ വർക്കാവുമ്പം ഓഡിയൻസ് പരിപാടി കിട്ടും. പക്ഷെ ആ രജനി സാറ്, അതായത് ഞാൻ കണ്ടത് ഒരു മാസ് സീക്വൻസ് ആയിരുന്നു, ഒരു സ്ലോ മോഷൻ. ഞാൻ മോണിറ്ററിൽ ഞാൻ നിൽക്കുക, വലിയ മോണിറ്റർ, നമ്മുടെ ഇവിടുത്തെ അല്ല, വലിയ മോണിറ്റർ, ബാക്കിൽ നിന്ന് സ്ലോ മോഷൻ ഇങ്ങനെ കാണുക. അപ്പൊ അനിരുദ്ധിന്റെ BGM ഉണ്ട്, അത് ഇതുവരെ റിലീസ് ആയിട്ടില്ല, ഒരു പ്രോപ്പർ BGM ഉണ്ട്. അത് വിട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഇതില് മറ്റേ BD ഫ്ലിപ്പ് ചെയ്യുന്നില്ല ട്രെയിലറിൽ, അതിന്റെ ഒരു സീക്വൻസ്, അതിന്റെ വേറൊരു തരം സീക്വൻസ് കണ്ടിട്ട് ഞാൻ മറ്റേ ഓരോ സീക്വൻസ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ക്ലാപ്പടി. ഞാൻ മാത്രമല്ല, അവിടെ ഒരു 900 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ, എല്ലാവരും ക്ലാപ്പടി. പുള്ളി ഒരു കൊച്ചു കുട്ടികളെ പോലെയാ. ഭയങ്കര മനുഷ്യനാടാ പുള്ളി, ഭയങ്കര ഒരു, നമുക്കൊക്കെ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാ. ഒരു സിനിമാ നടൻ ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യോ ഒരാളുടെ ജീവിതത്തിലെന്ന് ചോദിച്ചാൽ യെസ്, രജനീകാന്ത് ഇൻഫ്ലുവൻസ്ഡ് മീ എ ലോട്ട്. നമ്മൾ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകാന്ന് വിചാരിച്ചോ. അപ്പോൾ ശരിക്കും നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്വൻസായി. ഭാഷയുടെ അകത്ത് അത്രയും ആളുകൾ മറ്റേ കെട്ടിയിട്ടടിച്ചിട്ട് പുള്ളി മഴയത്ത് ഇതൊക്കെ എന്താണെന്നാണ് ഭയങ്കര, ശരിക്കും ഭാഷയുടെ ആ രീതിയിൽ നോക്കിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമം മാറ്റാനും പറ്റുന്ന പാടാ ഭാഷ. അതെ 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 അതെ. തളപതിയിലെ ഓരോ ഹൈ പോയിന്റ്, ഒരു സ്ലോ മോഷനും ഇല്ലാതെ കാണിക്കുന്ന പരിപാടി ഭയങ്കര. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മളെ ഇവിടുത്തെ ആളുടെ പറയാം, ഇപ്പൊ രജനി സാർ. അതേപോലെ മമ്മൂക്കെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, മമ്മൂക്കയാണ് എനിക്ക് പ്രീസിൽ അവസരം തരുന്നത്. മമ്മൂക്കയാണ് കാരവാനിൽ എന്നെ വിളിച്ചിട്ട്, എന്തിവിടെ ഡയറക്റ്റ് ജോഫിൻ ചേട്ടനുണ്ട്, ഇവൻ ഓക്കെ അല്ലേ? ജോഫിൻ ചേട്ടൻ പറഞ്ഞു ഓക്കെയാണ്, എന്നാ പോ ഡ്രസ്സ് മാറും, മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വാ, നോക്കാം നമുക്ക്. ക്യാരക്ടർ ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ചേർന്ന് നിൽക്കുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തായിരിക്കും എന്നെ? ഇല്ല, ഞാൻ അന്ന് ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നടാ ഞാൻ. അതായത് ആ സമയത്ത് 2 ടേക്ക് പോയപ്പോഴത്തേക്കും പ്രീസ്റ്റിലെ ADs എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ കുമിഞ്ഞു കൂടി. അപ്പൊ നമുക്ക് പറഞ്ഞു മാറ് എന്റെ കുട്ടി എല്ലാരും കൂടെ ഉപദ്രവിക്കല്ലേ. എനിക്ക് അതിൽ വിഷമം എന്താണെന്ന് വെച്ചാൽ, പുള്ളി തന്നെ ഒരു സ്റ്റേജിൽ പറഞ്ഞു ഇവൻ ഒരു റൗണ്ട് ഓടും. പക്ഷെ പുള്ളി ഇത്രയും പറഞ്ഞിട്ടും എനിക്ക് എന്റെ പരിപാടി എനിക്ക് പ്രീസ്റ്റിൽ കാണിക്കാൻ പറ്റിയില്ല. എന്റെ പേടി എന്നെ നശിപ്പിച്ച്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്തേനെ. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ്. മമ്മൂക്ക ആണെങ്കിലും ലാലേട്ടൻ്റെ കൂടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങുന്നതാ, വെളിപാടിന്റെ പുസ്തകം ഓടിയനും.
എനിക്ക് ഭയങ്കര താല്പര്യം, എനിക്ക് ഇവരുടെ കൂടെ അത് എന്ത് റോള്, ഒരു സെക്കൻഡ് എന്നെ വിളിച്ചാൽ പോലും ഞാൻ റെഡി. കാരണം എനിക്ക് ഇവരുടെ കൂടെ എനിക്ക് അന്ന് വിട്ട സാധനം എനിക്ക് തിരിച്ചു പിടിക്കണം. അന്ന് ഞാൻ പ്രീസ്റ്റിൽ എനിക്ക് വിട്ടുപോയ സാധനം ഞാൻ തിരിച്ചു പിടിക്കാൻ ഞാൻ അത്രയും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ ഒപ്പം ആണെങ്കിലും ലാലേട്ടൻ്റെ ഒപ്പം, എനിക്ക് ലാലേട്ടൻ്റെ ഒപ്പം മമ്മൂക്കയുടെ ഒപ്പം മമ്മൂക്കയുടെ പ്രോസസ്സും കാര്യങ്ങളും, ലാലേട്ടൻ്റെ ഒപ്പം എനിക്ക് അത് സംഭവിച്ചിട്ടില്ല. ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം വരും, എന്തെങ്കിലും ഒരു കിടിലം പരിപാടി വരും ഉറപ്പാ. ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റാ, ലാലേട്ടൻ്റെ ഒപ്പവും മമ്മൂക്കയുടെ ഒപ്പവും ഞാൻ ചെയ്യും. പക്ഷേ അത് പ്രീസ്റ്റ് അല്ല, അതിൻ്റെ അപ്പുറത്തൊരു പരിപാടി. ആ പേടിയില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ കൂടെ ഞാൻ സ്ക്രീനിൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കും. എനിക്കത് ചെയ്യണം. കാരണം എന്നെ അത്രയും വിശ്വസിച്ച് മമ്മൂക്ക അതൊരു തന്നിട്ട് എനിക്കത് അത്ര അങ്ങോട്ട് പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഗിൽട്ടുണ്ട് ഉള്ളിൽ. അതേപോലെ അൾട്ടിമേറ്റ്ലി ഞാൻ ചാൻസ് ഒക്കെ ചോദിക്കും, ഞാൻ രജനി സാറിൻ്റെ കൂടെ ഐ വിൽ വർക്ക് വിത്ത്. ഞാൻ ജയിലറിലൊക്കെ ചാൻസ് ചോദിച്ചതാണ്, എനിക്കത് കിട്ടിയില്ല. അത് ക്യാരക്ടർ ചിലപ്പോൾ ഇല്ലായിരിക്കും, പക്ഷെ കിട്ടും, അഭിനയിക്കും. അതൊരു മൊമെൻ്റ് ആയിരിക്കും. എൻ്റെ അമ്മയും കൊണ്ടുപോകും ഫസ്റ്റ് ഡേ ഷൂട്ടിന്. അതെൻ്റെ മൊമെൻറ്റാണ്. ഞാൻ എന്തായാലും ഞാൻ ചെയ്യും, എനിക്കത് ചെയ്യണം.